ഇവര് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയതുകൊണ്ട്. ഹലോ, വെൽക്കം ടു ഡേ 16 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രൈസ് ആണ്. ആൻഡ് ഹീസ് എ ജയന്റ് സ്നോസർ. നമ്മള് മിനിയേച്ചർ സ്നോസറിലെ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടായിരുന്നു. അവർക്ക് പറഞ്ഞ സെയിം ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും തന്നെയാണ് ജയന്റ് സ്നോസേഴ്സിലും ഉള്ളത്. അവരെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇവര് അപ് ടു ഒരു 27 ഇഞ്ചസ് വരെ ഹൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് മെയിൽസ് ഫീമെയിൽസിനെക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 42 kgs ഒക്കെ വെയിറ്റും വരും. ജയന്റ് സ്നോസേഴ്സ് അല്ലെങ്കിൽ റേഞ്ച് സ്നോസേഴ്സ് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ആൻഡ് ഇയാള് ഒരു റഷ്യൻ ഇമ്പോർട്ടാണ്. ജയന്റ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തും ഉണ്ട്. ഒരാളെയൊക്കെ വലിച്ചുകൊണ്ട് ഓടാനായിട്ട് ഇവർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റും, എക്സ്പെഷ്യലി എന്നെ പോലുള്ള നെരുന്തുകളെ. പക്ഷേ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓണേഴ്സിന് പറയുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ജയന്റ് ബ്രീഡ്സ് എല്ലാം, എക്സ്പെഷ്യലി ജയന്റ് സ്നോസേഴ്സ്. അത്യാവശ്യം നല്ല ഗാർഡ് ഡോഗ്സ് ആണ്. അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ ഇവരെ ഇനീഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹേർഡിംഗ് ഡോഗ്സ് ആയിട്ടാണ്. ലാർജ് ബ്രീഡ്സ് ഓഫ് കാറ്റിലിനെയും ഷീപ്പിനെയൊക്കെ ഹേർഡ് ചെയ്യാനായിട്ടുള്ള ഷെപ്പേർഡ് ഡോഗ്സ് ആയിട്ടാണ് ഇവർ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇവരുടെ കളർ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്യോർ ബ്ലാക്ക് കളറാണ്. ഈ ജയന്റ് സ്നോസേഴ്സ് ഒത്തിരി കളർ വെറൈറ്റീസ് വരുന്നുണ്ടെങ്കിലും ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 2 കളേഴ്സ് ആണുള്ളത്. അതിലൊന്ന് നമ്മുടെ പ്യോർ ബ്ലാക്ക് ആണ്, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പറും. ഇവര് അത്യാവശ്യം എനർജറ്റിക് ആയ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് റിക്വയർമെന്റ്സും വളരെ കൂടുതലായിരിക്കും. ഡെയിലി എന്നോണം നമ്മൾ ട്രെയിൻ ചെയ്യുകയും അത്യാവശ്യം നല്ല റിഗ്രസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ മുതലുള്ള സോഷ്യലൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അഗ്രഷനും അല്ലെങ്കിൽ മറ്റ് ഡോഗ്സിനോടോ അല്ലെങ്കിൽ പെറ്റ്സിനോടോ ഒക്കെ ഉള്ള അഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എക്സ്പെഷ്യലി ഒരേ സെക്സിലുള്ള മറ്റൊരു ഡോഗിനെ കാണുമ്പോൾ ഇവർ അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. നല്ല ഗാർഡിംഗ് ഇൻസ്റ്റിക്റ്റ് ഉള്ള ഡോഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുരയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോ ഇവരെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവര് ഇവരുടെ കോട്ട് അല്ലെങ്കിൽ മെയിന്റനൻസ് ഗ്രൂമിംഗ് റിക്വയർമെന്റ്സും കൊരയെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവര് നല്ലൊരു ഫാമിലി പെറ്റാണ്. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ടെമ്പർമെന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവര് നല്ല സ്ട്രോങ് ആണ്, അതായത് ഭയങ്കര സ്ട്രെങ്ത് ആണ് ഇവരുടെ ബോഡിക്ക്. അതുപോലെ തന്നെ കുറച്ച് റഫ് ആയിട്ടുള്ള പ്ലേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ച് പ്രായമായ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് നമുക്ക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ കുട്ടികളുള്ളിടത്തേക്കൊക്കെ നമ്മളിത് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രീഡ് അല്ല ജയന്റ് സ്നോസേഴ്സ് എന്ന് പറയുന്നത്.